തിരുവനന്തപുരം സെൻട്രൽ BJP സ്ഥാനാർത്ഥി കരമന ജയന്റെ റോഡ് ഷോ പുരോഗമിക്കുകയാണ്. തത്സമയം വിശദാംശങ്ങളുമായി MS വീണ ചേരുകയാണ്. വീണ, റോഡ് ഷോ എത്രത്തോളം ആവേശോജ്വലമായി ആണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്? അവസാനവട്ട തിരഞ്ഞെടുപ്പിന് പ്രചാരണം അത് ഇരട്ടി ആവേശത്തിലേക്ക് ഇപ്പോൾ കടക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. രാവിലെ ആരംഭിച്ചതാണ് ഈ ഒരു റോഡ് ഷോ. അതിപ്പോൾ ഉച്ചയോടുകൂടി കടക്കുന്നു. ഓരോ വഴികളിലെത്തുമ്പോഴും കരമന ജയൻചേട്ടനെ കാത്തിരിക്കുന്നവരെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. തിരുവനന്തപുരം നഗരത്തെ സംബന്ധിച്ചിടത്തോളം കരമന ജയൻചേട്ടൻ എന്നാണ് നാട്ടുകാർക്കൊക്കെ വിളിച്ച ശീലം. ഇപ്പോൾ കരമനയിലെ പ്രധാന ഇടങ്ങൾ പിന്നിട്ടുകൊണ്ട് ഈ റോഡ് ഷോ പുരോഗമിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അദ്ദേഹത്തെ കാത്തു നിൽക്കുന്ന ഒരുപാട് അമ്മമാരുണ്ട്, ഒപ്പം തന്നെ കുട്ടികളുണ്ട്, ഒരുപാട് പേർ ഈ ഒരു ജീപ്പിന് പിന്നാലെ തന്നെ അനുഗമിക്കുന്ന പ്രവർത്തകരുണ്ട് എന്നുള്ളതാണ്. അദ്ദേഹം സുപരിചിതനാണ്. കരമന ജയൻ എന്നുള്ളത് ഇവിടെ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം, തിരുവനന്തപുരം നഗരത്തെ സംബന്ധിച്ചിടത്തോളം സുപരിചിതനാണ്. നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. അവസാന നിമിഷ തിരഞ്ഞെടുപ്പ് പ്രചാരണം അത് ഇരട്ടി ആവേശത്തിലേക്ക് പോവുകയാണ്. ഇരട്ടി ആവേശം BJP പ്രവർത്തകരിൽ മാത്രമല്ല, ജനങ്ങളിൽ ഓരോ കുടുംബങ്ങളിലും ആവേശമാണ്. BJP ജയിപ്പിക്കുക, താമര വിരിയണം, കോർപ്പറേഷൻ ഭരണം BJP നേടി, അതിന് തുടർച്ചയായിട്ട് MLA-മാർ വേണം എന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു. ജനങ്ങൾ അത് തയ്യാറെടുത്തിരിക്കുന്നു. ജനങ്ങൾ അത് ഒരു ദൃഢപ്രതിജ്ഞ എടുത്ത് മുമ്പോട്ട് പോവുകയാണ്. നമ്മുടെ ചേട്ടാ ജന്മദേശം ജന്മനാടും ഒക്കെ പിന്നിട്ട് ഈ ഒരു വഴിയോട് കടന്നു പോകുമ്പോൾ മേലാറന്നൂരിന്റെ പുത്തെ അനന്തപുരിയുടെ MLA എന്നാണ് വിളിക്കുന്നത്. അതെ, ഇത് മേലാറന്നൂർ, കരമന മേലാറന്നൂരാണ് ഞാൻ ജനിച്ച് വളർന്നത്. ഞാൻ പഠിച്ചതും ഒക്കെ ഈ കരമനയിലാണ്, ഈ മേലാറന്നൂരാണ്. മേലാറന്നൂർ എൻ്റെ സ്വന്തം നാടാണ്, എൻ്റെ കുടുംബമാണ്, എൻ്റെ അമ്മയുടെ സ്ഥലമാണ്. എല്ലാവരും എൻ്റെ ബന്ധുക്കളാണ്. എല്ലാവരും, മുഴുവൻ ജനങ്ങളും എൻ്റെ ബന്ധുക്കളാണ്. അമ്മമാരടക്കമുള്ളവർ കാത്തു നിൽക്കുന്നുണ്ടെന്നുള്ളതാണ് ജയചേട്ടനെ കാണാനായിട്ട്. അവർക്കൊക്കെ വിശേഷങ്ങൾ പറയാനുണ്ട്, ഒപ്പം തന്നെ ആവശ്യങ്ങൾ പറയാനുണ്ട്. അവരെ ആ പിന്തുണ അർപ്പിച്ചുകൊണ്ട് അവർ ആഹാരമൊക്കെ അർപ്പിക്കുന്നതും ഒക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓരോ വഴിയിടങ്ങളിലും അവർ കാത്തു നിൽക്കുന്നുണ്ട് കരമന ജയൻചേട്ടനെ. മാത്രമല്ല കരമന ജയന്റെ ഈ വരവിന് അവർക്ക് വലിയ തരത്തിലുള്ള ആത്മവിശ്വാസം നൽകുന്നു എന്നുള്ളതാണ്. കാരണം തദ്ദേശ തിരഞ്ഞെടുപ്പിന് പിന്നാലെ എത്തുന്ന ഈ ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പ് BJPയെ സംബന്ധിച്ചിടത്തോളം ഏറെ ആവേശം നൽകുന്ന കാഴ്ചയാണ്. ഈ ഓരോ വഴികളിലും കടന്നെത്തുന്ന അമ്മമാർ അവരുടെ വ്യക്തിപരമായിട്ടുള്ള ആവശ്യങ്ങൾ കൂടി പറയുന്നുണ്ട്. ആ മാനസികപരമായിട്ടുള്ള ഓരോ കുടുംബങ്ങൾ തമ്മിലുള്ള ഒരു അടുപ്പത്തിന്റെ തെളിവാണല്ലോ അത്. തീർച്ചയായിട്ടും അത് ജീവകാരുണ്യ പ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ പ്രവർത്തിക്കുകയാണ് കഴിഞ്ഞ 5-6 വർഷക്കാലം. ഭാരതീയം ട്രസ്റ്റിന്റെ ചെയർമാനാണ്. അപ്പോൾ അത് നിരവധി അപേക്ഷകളും കാര്യങ്ങളും വരുന്ന കൂട്ടത്തിൽ ആ ഒരു കാരുണ്യ പ്രവർത്തകൻ എന്ന നിലയിലാണ് അവരിങ്ങനെ ഇയർഫോൺ വേണം എന്നിങ്ങനെ ആവശ്യപ്പെട്ടത്. കുഞ്ഞുങ്ങളടക്കമുള്ളവർ കാത്തു നിൽക്കുന്നു. അവർക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്, അവർക്ക് അന്യനല്ല കരമന ജയൻ എന്നുള്ളതാണ്. അവർക്ക് ഏറെ പ്രിയപ്പെട്ടവരാണ്, ഒപ്പം നിൽക്കുന്ന ആളെന്നുള്ളതാണ്. ആ സ്വീകരണം തന്നെയാണ് കടന്നു പോകുന്ന വഴികളിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് എന്നുള്ളതാണ്. നമുക്കറിയാം വലിയൊരു വികസന മുരടിപ്പ് നിലനിൽക്കുന്നതാണ്. തിരുവനന്തപുരത്തിന്റെ ഹൃദയഭാഗം തന്നെയാണ് തലയെന്ന് നമുക്ക് തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തെ പറയാൻ കഴിയും. പക്ഷേ ആ ഒരു പരിഗണന കഴിഞ്ഞ ഇടതു വലത് മുന്നണികൾ ഭരിക്കുന്ന സമയത്ത് ലഭിച്ചിട്ടില്ല. കഴിഞ്ഞ കാലങ്ങളിൽ ഭരിച്ചിട്ടുള്ള സംസ്ഥാന സർക്കാരുകളും കഴിഞ്ഞ കാലങ്ങളിൽ ഈ നിയോജക മണ്ഡലത്തിൽ MLA-മാരായിട്ടുള്ള MLA-മാരും അവരാരും ഈ വികസനത്തെ കൃത്യമായും ചെയ്തിട്ടില്ല. വികസന മുരടിപ്പുണ്ട്. വികസനമില്ലായ്മ തന്നെയാണ് ഈ തിരുവനന്തപുരം നിയോജക മണ്ഡലത്തിലുടനീളമുള്ളത്. കേരളത്തിൻ്റെ തലസ്ഥാനമായിട്ടുള്ള തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് അടക്കം ഇരിക്കുന്ന ഒരു നിയോജക മണ്ഡലമാണ്. എന്നിട്ട് പോലും അതിനനുസരിച്ചുള്ള വികസനം ഈ നിയോജക മണ്ഡലത്തിലുണ്ടായില്ല, ഈ നഗരത്തിലുണ്ടായിട്ടില്ല. അത് ജനങ്ങളുടെ ഏറ്റവും വലിയ വിഷമമാണ്, ആ ദുഃഖമാണ്. ആ ദുഃഖമാണ് അവർ പ്രതിഫലിക്കുന്നത്. അതുകൊണ്ടൊരു മാറ്റം വരണം. BJPയുടെ MLA ഉണ്ടാവണം. നരേന്ദ്രമോദിജിയുടെ വികസന കാഴ്ചപ്പാടുകൾ നമ്മുടെ തിരുവനന്തപുരത്തും വരണം. നരേന്ദ്രമോദിജിയുടെ കരങ്ങളിൽ ശക്തി പ്രാപിക്കുവാൻ, കരങ്ങളിൽ സുരക്ഷിതമാകുവാൻ തിരുവനന്തപുരം ആഗ്രഹിക്കുന്നു എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് നമ്മളെ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ള, കോർപ്പറേഷൻ ഉണ്ടായിട്ടുള്ള നമ്മുടെ വിജയം. നമുക്കറിയാം ഈ കുടിവെള്ള പ്രശ്നം, അതുപോലെ തന്നെ വെള്ളക്കെട്ട് പ്രശ്നമൊക്കെ തലസ്ഥാന നഗരത്തിന്റെ ഹൃദയഭാഗങ്ങളെ അലട്ടുന്ന വിഷയമാണ്. വികസനം ഉണ്ടായി അന്യദേശങ്ങളിലുള്ള അല്ലെങ്കിൽ പാശ്ചാത്യ രാജ്യങ്ങൾ പോലും അതിശയപ്പെടുന്ന വികസനമാണ് കേരളത്തിൽ ഉണ്ടായതെന്നാണ് പിണറായി സർക്കാർ പറയുന്നത്. എന്ത് വികസനം? ഇവിടെ ഈ ആറ്റുകാൽ പൊങ്കാല വന്ന സമയത്ത് പോലും ഇവിടെ കുടിവെള്ള പ്രശ്നം ഉണ്ടാക്കിയത് ആരാണ്? കുടിവെള്ള ക്ഷാമം ഉണ്ടാക്കിയത് മനഃപൂർവ്വം ഉണ്ടാക്കുകയും, അത് ശരിക്കും പറഞ്ഞാൽ കുടിവെള്ള ക്ഷാമം ഇവിടെ വളരെ കാര്യമായിട്ട് ഉണ്ട്. അതോടൊപ്പം തന്നെ BJPയുടെ ഭരണം കോർപ്പറേഷൻ വന്ന സമയത്ത് ആ വികസനം ജനങ്ങളുടെ ഇടയിൽ ഒരു ചർച്ചയാക്കാൻ വേണ്ടി, BJPക്കെതിരായിട്ടൊരു ചർച്ചയാക്കാൻ വേണ്ടിയാണ് ഈ കുടിവെള്ള ക്ഷാമം ഉണ്ടാക്കിയെടുത്തത്.
അതോടൊപ്പം തന്നെ കുടിവെള്ള ക്ഷാമത്തിന് നിരവധി പദ്ധതികൾ ഇവിടെ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയിട്ടുണ്ട്. ആ നടപ്പിലാക്കുന്ന പദ്ധതികളൊന്നും ഇതുവരെ സംസ്ഥാന സർക്കാരിന്റെ അലംഭാവം കൊണ്ടാണ് അത് നടപ്പിലാക്കാത്തത്. അമ്മമാരടക്കമുള്ളവർ കാത്തു നിൽക്കുന്ന കാഴ്ചയാണ്. കരമന ജയൻ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷേ അദ്ദേഹത്തെ കാത്തു നിൽക്കുന്ന അമ്മമാരോട് അവരെ ഒന്ന് കൈവണങ്ങി അവർ നൽകുന്ന പിന്തുണയ്ക്ക് തിരിച്ചൊരു പുഞ്ചിരി തൂകി അവരുടെ സ്നേഹം അറിയിക്കുക, ഒപ്പം തന്നെ വോട്ട് അഭ്യർത്ഥിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തന്നെ പൊതുപ്രശ്നങ്ങളെ കുറിച്ചും അദ്ദേഹം പ്രതികരിക്കുകയാണ്. നട്ടുച്ച വെയിലാണ്, ചൂട് വലയ്ക്കുന്നുണ്ടോ? തീയിൽ കുരുത്തതാണ് നമ്മളെല്ലാം, അത് വേലേറ്റാൽ പാടില്ല. ഇത് ഒരു വലിയൊരു പ്രതിജ്ഞയാണ്. ഇത് നമ്മുടെ കേരളത്തെ രക്ഷിക്കുവാൻ, തിരുവനന്തപുരത്തെ രക്ഷിക്കുവാൻ ബാധ്യസ്ഥരായിട്ടുള്ള BJP പ്രവർത്തകരാണ് നമ്മളെല്ലാം. ഇനി ജനങ്ങളുടെ കാവൽ ഭടന്മാരായിട്ടാണ് BJPയുടെ ഓരോ പ്രവർത്തകനും പ്രവർത്തിക്കേണ്ടത്. ഈ തെരഞ്ഞെടുപ്പ് അതിന് ഒരു ദിശ ഉണ്ടാക്കിയിരിക്കുകയാണ്. കാരണം കേരളത്തിലെ BJP അധികാരത്തിൽ വരണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു. അപ്പം അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് തിരുവനന്തപുരം കോർപ്പറേഷനുള്ള സാമ്പിൾ വെടിക്കെട്ടാണ്. കാരണം ജനങ്ങൾ കോർപ്പറേഷനിൽ BJP അധികാരത്തിൽ കൊണ്ടുവന്നത് തന്നെ കേരളം ഭരിക്കണമെന്നുള്ള ചിന്തയാണ്. കേരളത്തിന്റെ ഒരു പരിച്ഛേദമാണ് തിരുവനന്തപുരം നഗരം. ഇത് തുടർച്ചയായിട്ടുള്ള വിജയത്തിന്റെ ആദ്യ പടിയാണ് കോർപ്പറേഷൻ ഭരണം. ഇവിടെ വികസനം എന്ന തിരുവനന്തപുരം എന്തെല്ലാം വികസനങ്ങൾ ദാഹിക്കുന്നുണ്ട്. തിരുവനന്തപുരത്തിന്റെ അവസ്ഥ എന്താ? ഇവിടെ കോട്ട മതിലുകൾ സംരക്ഷിക്കപ്പെടുന്നുണ്ടോ? ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ തിരുമുറ്റമായുള്ള കിഴക്കേക്കോട്ടിന്റെ വികസനം സാധ്യമാക്കിയിട്ടുണ്ടോ? പാർവതി പുത്തനാറിന്റെ അവസ്ഥ എന്താണ്? ആമേഴഞ്ചൻ തോടിന്റെ അവസ്ഥ എന്താണ്? ഇനി പോട്ടെ, ചരിത്ര പ്രാധാന്യമുള്ള കേരളത്തിലെ ഏറ്റവും വലിയ കമ്പോളമായിരുന്നു ചാലക്കമ്പോളം. ഇന്ന് ചാലക്കമ്പോളത്തിന്റെ അവസ്ഥ എന്താണ്? ഒരു സൈക്കിൾ പോലും പാർക്ക് ചെയ്യാൻ കഴിയാത്ത ചാലക്കമ്പോളം അതമ്പതിച്ചിരിക്കുന്നു. ആർക്കെങ്കിലും അത് ശരിയാക്കിയെടുക്കാൻ കഴിഞ്ഞ കാലങ്ങളിൽ MLA-മാർക്ക് തോന്നിയിട്ടുണ്ടോ? അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ഒരു മാസത്തിന് മുമ്പ് പറഞ്ഞത്, കിള്ളിപ്പാലത്ത് നിന്നാൽ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ഗോപുരം കാണുന്ന തരത്തിലേക്ക് ചാലക്കമ്പോളം വികസിക്കണം. ചാലക്കമ്പോളത്തെ അടയ്ക്കാനോ അതിനെ തകർക്കാനോ ആര് വിചാരിച്ചാലും തിരുവനന്തപുരവാസികൾ സമ്മതിക്കില്ല. അതുപോലെ തന്നെ തീരദേശവാസികൾ അവരനുഭവിക്കുന്ന വിഷമങ്ങൾ, അവിടെ കടലാക്രമണം വന്നു കഴിഞ്ഞാൽ അവരെ വീടുകൾ എടുത്തുകൊണ്ട് പോകുന്ന സ്ഥിതി സംജാതമായിട്ട് വർഷങ്ങളേറെയായി. പക്ഷെ അവിടുന്ന് ജയിച്ചിട്ടുള്ള അവിടുത്തുകാരനായിട്ടുള്ള MLA പോലും കഴിഞ്ഞ 5 വർഷം അതുവേണ്ടി ചെയ്തിട്ടില്ല. ബുദ്ധിമുട്ടുണ്ട്. ആറാട്ട് മണ്ഡപത്തിന്റെ അവസ്ഥ, ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ചരിത്ര പ്രധാനമുള്ള ആറാട്ട് മണ്ഡപം, അതിന്റെ അവസ്ഥ എന്താണ്? ആ അവസ്ഥയെല്ലാം ഇന്ന് വളരെ പരിതാപകരമാണ്. ഞാനിത് പറയുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇത് സത്യസന്ധമായിട്ട് നമ്മൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതുകൊണ്ടും തിരുവനന്തപുരം ജനങ്ങൾ ആഗ്രഹിക്കുന്ന വികസനമില്ലായ്മ ജനങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലേക്ക് ഈ വികസനമില്ലായ്മ മാറ്റി ഒരു വികസനത്തിന്റെ തേരോട്ടം ഇവിടെ തിരുവനന്തപുരത്ത് ഉണ്ടാകണം. അതിന് ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന ജനപ്രതിനിധികൾ ഉണ്ടാവണം. ഇപ്പൊ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന മേയറുണ്ടായി, ഡെപ്യൂട്ടി മേയറുണ്ടായി, അതിന് തുടർന്ന് ഭരണ സംവിധാനമുണ്ട്, സൂര്യ അടക്കമുള്ള കൗൺസിലർമാരുണ്ട്. അപ്പൊ തിരുവനന്തപുരം എന്ന് ഈ വികസനത്തിന്റെ തേരോട്ടമാണ് BJPയുടെ നേതൃത്വത്തിൽ ഉണ്ടാകാൻ പോകുന്നത്. പ്രധാനമന്ത്രി വരുന്നുണ്ട് 4-ാം തീയതി. പ്രധാനമന്ത്രി വരുന്നതോടുകൂടി കേരളത്തിലെ ജനങ്ങളും തിരുവനന്തപുരത്തെ ജനങ്ങളും കൂടുതൽ ആവേശത്തിന്റെ കടലായി മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. പ്രധാനമന്ത്രി എത്തുന്നതോടുകൂടി ആവേശത്തിലാകുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തെ കാത്തു നിൽക്കുന്ന കുട്ടികളുണ്ട്. അവർ അദ്ദേഹത്തിന് അഭിവാദ്യം ചെയ്തുകൊണ്ട് ഷോൾ അണിയിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ കടന്നു വന്ന വഴികളിലൊക്കെ ഇത്തരത്തിലുള്ള കാഴ്ച തന്നെയാണ് അത് കാണാൻ സാധിച്ചത്. ഒപ്പം തന്നെ വികസനം കൊണ്ടുവരിക, അത് തലസ്ഥാന നഗരത്തിന്റെ ഹൃദയഭാഗങ്ങളിൽ നടപ്പാക്കി ജനങ്ങൾ വർഷങ്ങളായി അനുഭവിക്കുന്ന വിഷയങ്ങൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലായ്മയ്ക്കടക്കം പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ഒപ്പം തന്നെ പൗരാണികമായിട്ടുള്ള ഹൈന്ദവമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും, ക്ഷേത്ര മതിലുകളും, ഒപ്പം തന്നെ ആചാര സംരക്ഷണം, അതുള്ള വിഷയങ്ങൾക്കടക്കം പ്രാധാന്യം നൽകിക്കൊണ്ട് തിരുവനന്തപുരത്തിന്റെ വികസിത അനന്തപുരി എന്നുള്ള ലക്ഷ്യം, ഒപ്പം തന്നെ വികസിത കേരളം എന്നുള്ള ലക്ഷ്യം സാക്ഷാത്കരിക്കുക എന്നുള്ള കാര്യം തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ചിരിക്കുന്നത്. റോഡ് ഷോ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കടന്നു വരുന്ന വഴികളിലൊക്കെ അദ്ദേഹത്തെ കാത്തു നിൽക്കുന്നവർ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. KP ശരി, തിരുവനന്തപുരം സെൻട്രലിലെ BJP സ്ഥാനാർത്ഥി കരമന ജയന്റെ റോഡ് ഷോ പുരോഗമിക്കുകയാണ്. MS വീണയാണ് വിശദാംശങ്ങൾ.